നിങ്ങൾക്ക് തട്ടുകടത്തെ പരിപ്പട തിന്നാ പോരെ? അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അപ്പോൾ ട്രാവൽ വീഡിയോ ഒന്നുമില്ല, ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ. നമുക്ക് തട്ടുകട സ്റ്റൈലിൽ ഒരു പരിപ്പട കേട്ടോ. ഓക്കെ, വീഡിയോ ഒക്കെ കിടക്കാം. അപ്പോൾ നമ്മൾ പരിപ്പുവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഒരു ബൗളിൽ കുറച്ച് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 2-3 മണിക്കൂർ ഒന്ന് കുതിർത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് പരിപ്പുവട ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണ്ടത് പറഞ്ഞ? പെരിഞ്ചീരകം, വറ്റൽമുളക്, ഇഞ്ചി, പച്ചമുളക്, ഉള്ളി. ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് പെരിഞ്ചീരകം അധികം പൗഡർ ആവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇതൊക്കെ ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ മിക്സിയുടെ ജാറിൽ പെരിഞ്ചീരകം ചെറുതായി പൊടിച്ച് വെച്ചില്ല, അതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി തൊലി കളയാണ്ട് നല്ല കഴുകി വൃത്തിയാക്കി വെളുത്തുള്ളിയും അതുപോലെ വറ്റൽമുളകും ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യുക. നല്ലോണം അരഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. പിന്നെ അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ പരിപ്പ് കുറച്ച് ഒന്ന് മാറ്റി വെക്കുക, അതിനെ കൊണ്ട് വേറൊരു ആവശ്യമുണ്ട്. അപ്പോൾ ഈ കഴുകി വൃത്തിയാക്കിയ പരിപ്പ് അതിലിടുക. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. അതൊരു നല്ല സ്മൂത്ത് ആവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊരു തരി വേണം. അപ്പോൾ നമ്മൾ പരിപ്പുവട കഴിക്കുമ്പോൾ പരിപ്പൊക്കെ ഇങ്ങനെ കടിക്കണം, അതല്ലേ അതിൻ്റെ ടേസ്റ്റ്. ബാക്കിയുള്ള പരിപ്പും കൂടി ഇട്ട് അരച്ചെടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, അതും കൂടി അതിൽ മിക്സ് ചെയ്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ഇതിപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച പരിപ്പ് അതും കൂടി ഇതിലിടുക. അതും കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കൈകൊണ്ട് പരിപ്പുവട ഷേപ്പിൽ പരത്തിയെടുക്കുക. എല്ലാം പരത്തി വെച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റവ് കത്തിച്ച് അതിലേക്ക് ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ തിളച്ച എണ്ണയിലേക്ക് നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന പരിപ്പുവടകൾ ഓരോന്നായിട്ട് ഇടാം. ഇടയ്ക്കൊന്ന് ചെറുതായി തിരിച്ചിട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ നന്നായിട്ട് വേവിക്കുക. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം. സോ നമ്മൾ പരിപ്പുവട റെഡി ആയിട്ടുണ്ട്. ചായയുടെ കൂടെ കഴിക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പുവട റെഡി. കഴിച്ചാലോ? തിന്നോക്കെ കേൾക്കാ. പരിപ്പുവടയും നല്ല കട്ടൻ ചായ. ഇത് രണ്ടാളും ചായ എടുക്കില്ല, അതുകൊണ്ട് ഞാൻ മാത്രം ചായ എടുക്കും. നോക്കട്ടെ. തട്ടുകഅതുപോലെ തന്നെ ഉണ്ടോ? അപ്പൊ പറ, പരിപ്പുവട എങ്ങനെയുണ്ട്? ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്തതാണ്. അടുത്ത വീഡിയോയിലേക്ക് ഇനിയും വരാം. അവര് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.